രണ്ടാമത്, ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏരിയ സെക്രട്ടറിയെ മാറ്റിയ കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ അഭിമുഖത്തിൽ കോടിയേരിയുടെ പേര് പറഞ്ഞപ്പോൾ കോടിയേരിയെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നാണ് എം വി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിന് ഞാൻ മറുപടി പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സഖാവ് കോടിയേരിയെ രാകേഷ് സൂചിപ്പിച്ചിട്ടുള്ളത് പയ്യന്നൂരിലെ പാർട്ടിയെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ വി കുഞ്ഞികൃഷ്ണന് സാധിക്കില്ല എന്ന് ഏതെങ്കിലും ഒരാൾക്ക് ആത്മനിഷ്ഠമായി തോന്നിയാൽ മതിയോ? അങ്ങനെ ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ? അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും അത് ഏരിയ കമ്മിറ്റിയിൽ ഉന്നയിക്കണ്ടേ? ആ വിഷയം ഉന്നയിച്ച് ചർച്ച ചെയ്യണ്ടേ? കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ എന്ത് വീഴ്ചയാണ്, എന്ത് പോരായ്മയാണ് എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് എന്നെ ബോധ്യപ്പെടുത്തണ്ടേ? അപ്പോൾ അത്തരത്തിൽ ഒരു ചർച്ചയും ബോധ്യപ്പെടുത്തലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടില്ല. ചില ആളുകൾക്ക് ആത്മനിഷ്ഠമായി തോന്നി വി കുഞ്ഞികൃഷ്ണനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണം. അതവിടെ തീരുമാനിച്ച്, ജില്ലാ കേന്ദ്രത്തിൽ തീരുമാനിച്ച് ഇവിടെ വന്ന് പറയുകയായിരുന്നു. ഉൾപാർട്ടി ജനാധിപത്യത്തെക്കുറിച്ചും ജനാധിപത്യ കേന്ദ്രീകരണത്തെക്കുറിച്ചും ഒക്കെ രാകേഷ് വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, ഈ ഏരിയ സെക്രട്ടറിയെ മാറ്റാനുള്ള തീരുമാനം റിപ്പോർട്ട് ചെയ്തപ്പോൾ 21 അംഗ ഏരിയ കമ്മിറ്റിയിൽ 17 പേരും ഏരിയ സെക്രട്ടറിയെ മാറ്റാൻ പാടില്ല എന്ന് അഭിപ്രായം പറഞ്ഞവരാണ്. 21-ൽ 17 പേരും അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് തീരുമാനം പുനഃപരിശോധിക്കാൻ തയ്യാറായോ? പയ്യന്നൂരിൽ ഐക്യക്കുറവുണ്ട് എങ്കിൽ അതിന് അന്ന് ഏരിയ സെക്രട്ടറി ആയിരുന്ന വി കുഞ്ഞികൃഷ്ണനാണോ കാരണക്കാരൻ എന്നത് ആ കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തണ്ടേ? അങ്ങനെ ബോധ്യപ്പെടുത്തിയില്ല. ഈ വിശദീകരണവും ഈ കണക്കും അംഗീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ആ കമ്മിറ്റിയിൽ തന്നെ എൻ്റെ നിലപാട് വിശദീകരിച്ചുകൊണ്ട് പ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിന്നത്. 8 മാസം ഞാൻ പുറത്തു നിന്നു. അവസാന നിമിഷത്തിലാണ് നേതൃത്വം എന്നെ സമീപിച്ച് ഇങ്ങനെ മാറി നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി വീണ്ടും പാർട്ടി രംഗത്തേക്ക് വന്നത് എന്ന് നേരത്തെ വിശദീകരിച്ചതാണ്. പക്ഷേ ഇവിടെ ഉൾപാർട്ടി ജനാധിപത്യത്തെക്കുറിച്ചും ജനാധിപത്യ കേന്ദ്രീകരണത്തെക്കുറിച്ചും രാകേഷ് പറഞ്ഞതുകൊണ്ടാണ് ആ കാര്യം സൂചിപ്പിച്ചത്. ജനാധിപത്യ കേന്ദ്രീകരണത്തെക്കുറിച്ച് ഈ ഏരിയ കമ്മിറ്റിയിൽ തന്നെ 2022-ൽ ചേർന്ന ഏരിയ കമ്മിറ്റിയിൽ തന്നെ എം വി ജയരാജൻ വിശദീകരിച്ചപ്പോൾ ആ കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഉച്ചക്ക് 12 മണിക്ക് ഇപ്പോൾ അർദ്ധരാത്രിയാണ് എന്ന് ജനാധിപത്യ കേന്ദ്രീകരണ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ എം വി ജയരാജൻ പറഞ്ഞാൽ അത് അംഗീകരിച്ചു പോകാൻ എല്ലാവരെയും കിട്ടില്ല. അതാണ് ഞാൻ ആ കമ്മിറ്റിയിൽ പറഞ്ഞ കാര്യം. ജനാധിപത്യ കേന്ദ്രീകരണമെന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യം അടിച്ചേൽപ്പിക്കലല്ല, ഉള്ള കാര്യത്തെക്കുറിച്ച് വസ്തുതകളെക്കുറിച്ച് പരിശോധിച്ച് ഉചിതമായ തീരുമാനമെടുക്കുക എന്നതാണ്. അതല്ലാതെ ഉച്ചയ്ക്ക് 12 മണി ഇപ്പോൾ അർദ്ധരാത്രിയാണ് എന്ന് നേതൃത്വം പറഞ്ഞാൽ അത് അംഗീകരിച്ച് പോകാൻ തയ്യാറാകുന്ന ആളുകൾ ചിലപ്പോൾ ഉണ്ടാകും. എല്ലാവർക്കും അംഗീകരിച്ച് പോകാൻ കഴിയില്ല. ഇത് 2022-ൽ ഈ കാര്യം വിശദീകരിച്ച ഏരിയ കമ്മിറ്റിയിൽ തന്നെ ഇതേ വാചകമാണ് ഞാൻ ഉപയോഗിച്ചത്, പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത്രയും കാര്യങ്ങളാണ് പൊതുവേ ഉള്ളത്. ഇനി ഫണ്ടുമായി ബന്ധപ്പെട്ട്
ഫണ്ട് 2021 സമ്മേളനത്തിന് തൊട്ട് മുമ്പാണ് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നത്, ഏരിയ കമ്മിറ്റിയിൽ അവതരിപ്പിക്കുന്നത്. കെട്ടിട നിർമ്മാണ കണക്ക് അവതരിപ്പിച്ചപ്പോൾ അതിൽ സഹകരണ ജീവനക്കാരിൽ നിന്ന് പിരിച്ച ഫണ്ടില്ല, 1 രൂപ പോലുമില്ല. ആ ഫണ്ട് കൊടുത്ത ഒട്ടേറെ സഖാക്കൾ ആ കമ്മിറ്റിയിലുണ്ട്. അവരത് ഉന്നയിച്ചു. അതിൽ 70 രൂപ വരവ് കാണിച്ചിട്ടുണ്ട് എങ്കിൽ ആ കമ്മിറ്റി ആ കണക്ക് അംഗീകരിച്ച് ആ 2021 സമ്മേളനത്തിൽ അവതരിപ്പിക്കുമായിരുന്നല്ലോ. പിന്നീട് 2024 സമ്മേളനത്തിലല്ലേ ഈ കണക്ക് അവതരിപ്പിക്കുന്നത്. എന്തേ 2021 സമ്മേളനത്തിൽ ആ കണക്ക് അവതരിപ്പിക്കാതിരുന്നത്? ഈ 70 ലക്ഷം ഇല്ലാത്തത് കൊണ്ടാണ്. അതവിടെ ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ അത് കണക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കണക്ക് മാറ്റിവെച്ചു. രണ്ടാമത് അടുത്ത കമ്മിറ്റിയിൽ, അത് സമ്മേളനത്തിന് ശേഷമാണ്, കണക്ക് അവതരിപ്പിച്ചു. ആ അവതരിപ്പിച്ച കണക്കിൽ സഹകരണ ജീവനക്കാരിൽ നിന്ന് 64 ലക്ഷത്തിൽ ചില്ലറ സംഭാവന ലഭിച്ചതായി ഉൾപ്പെടുത്തി. ഞാൻ പറഞ്ഞു 64 ലക്ഷത്തിൽ ചില്ലറയല്ല, 70 ലക്ഷമുണ്ട്. 70.5 ലക്ഷത്തോളം വരും. അപ്പോൾ തർക്കമായി. അക്കൗണ്ടിൽ ഇത്രയേ ഉള്ളൂ. ഈ അക്കൗണ്ടിലുള്ളത് നേരത്തെ ഇല്ലേ? ഒന്നാം വട്ട കണക്ക് അവതരിപ്പിക്കുമ്പോൾ തന്നെ അക്കൗണ്ടിൽ ഈ പണം ഉണ്ടല്ലോ, വന്നിരുന്നല്ലോ. പണം അവിടെ ഇല്ല, അത് ചെലവഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2021 സമ്മേളനത്തിന് മുമ്പ് കമ്മിറ്റിയിൽ കണക്ക് അവതരിപ്പിക്കുമ്പോൾ തന്നെ ഈ പണം അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. പിന്നെന്താ വരാതിരുന്നത്? ഇപ്പൊ ആരോപണത്തിന് പിന്നാലെ ജില്ലാ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനം വന്നു. തൊട്ട് പിന്നാലെ ഇപ്പോൾ ആ വാർത്താ സമ്മേളനത്തിന്റെ മറുപടിയുമായി വി കുഞ്ഞികൃഷ്ണനും വന്നിട്ടുണ്ട്. പ്രതികരണങ്ങൾ വരുന്നുണ്ട്. മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് അദ്ദേഹം. നമ്മുടെ